സുഭദ്രാമ്മയുടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന അല്ലിനാരങ്ങയാണ് കേട്ടോ. ചാച്ചനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ അല്ലിനാരങ്ങ കൊണ്ടുവരായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലിനാരങ്ങ, നല്ല പിങ്ക് കളറുള്ളതൊക്കെ. പിന്നെ ഓരോ നാട്ടിലും ഓരോ വില പറയുന്നത്. കുംബ്ലൂസ്, അല്ലിനാരങ്ങ, വേറെ നാട്ടിലൊക്കെ പറയണത് എന്നാന്ന് എനിക്കറിയത്തില്ല. അല്ല, സംഭവം കൊള്ളാം. ഒരുപാട് വെച്ച് വയറുവേദന എടുക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ചിന്തി പോലെ ഞാൻ തനിക്കും കൂടെ വേണ്ടിയിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട്. ബാക്കി പീസൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് ടഫാണ്. പണ്ട് പാലക്കാതിൽ അല്ലിനാരങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ മരമൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ അല്ലിനാരങ്ങ ഉള്ളത്, കുറേ അല്ലിനാരങ്ങ ഉണ്ടാകുന്നത് രത്നമ്മ ചേച്ചിയുടെയൊക്കെ വീട്ടിലാണ്. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, കുറേ നാളായി. പിന്നെ രാമ ചേച്ചി വീട്ടിലുണ്ട്, പക്ഷേ ആ അല്ലിനാരങ്ങയ്ക്ക് വെള്ളവും ഇല്ല, ടേസ്റ്റും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മാറി കയറട്ടനെ, പുത്തഞ്ചിറയിൽ അല്ലിനാരങ്ങ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല. പുത്തഞ്ചിറ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാച്ചൻ്റെ അനിയൻ്റെ വീടാ, കുറച്ച് വടക്കോട്ട് പോകണം. ഞങ്ങൾ ചേർത്തലക്കാരും പൊതുവേ, ചേർത്തലല്ല ഈ ചെറുവാനത്തുള്ള എല്ലാവരും ലെഫ്റ്റ് റൈറ്റ് ഒന്നും പറയാറില്ല കേട്ടോ. അധികം വടക്കോട്ട് പോകുന്നു, കിഴക്കോട്ട് പോകുന്നു, പടിഞ്ഞോട്ട് മാറി, തെക്കോട്ട് മാറി, അങ്ങനെ പറയും. അതുപോലെ തന്നെ ഈ നാട്ടിൽ ആരോട് എന്ത് ചോദിച്ചാലും ദേ സുഭദ്രയുടെ വീട് വരെ പോകുന്നു, ദേ പള്ളിയിൽ പോകുന്നു, ദേ പശുവിനെ കിട്ടാൻ പോകുന്നു, ദേ കടയിൽ പോകുന്നു, എല്ലാത്തിൻ്റെ മുമ്പിലും ദേ എന്നുണ്ടാവും. നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ആദ്യം എല്ലാവരും പറയുന്നത് ദേ, നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുന്നത്, ഇതുപോലെ എന്തെങ്കിലും പറയാം. ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുറച്ച് കസിൻസ് വയനാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എല്ലാം സംസാരിക്കുന്നതിന് മുന്നേ ദേ അവിടെ പോകുന്നു, ദേ ആശുപത്രി പോകുന്നു, ദേ അങ്ങോട്ട് മാറുന്നു, എല്ലാത്തിനും മുമ്പ് ഇതേ പറയുന്ന ഇവിടുത്തെ വല്ല ആചാരമാണോ? അതുവരെ ഞാൻ നോട്ടീസ് ചെയ്യാതിരുന്നൊരു കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ശ്രദ്ധിച്ചു. പലപ്പോഴും പറയുമ്പോൾ മാറ്റണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ദേ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ദേ നമ്മൾ കംഫർട്ടായിട്ട് കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ടാകും, പക്ഷെ ചില ഫുഡുകൾ ഈ കാക്കനെ ഞാൻ തല്ലിക്കൊല്ലും. ചില ഭക്ഷണങ്ങൾ എൻ്റെ പോൻ്റെ കാക്ക സാറേ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഇങ്ങനെ കടിച്ച് പറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ.